ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ നന്ദഗോവിന്ദത്തിൻ്റെ ഭജന കേൾക്കാനാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നും ഒരു 8 കിലോമീറ്റർ ദൂരെ ഉള്ളൊരു അമ്പലത്തിലാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. മൂവാറ്റുപുഴ വടക്കൻമാറാടി തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഈ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് രാത്രി 8 മണിക്കാണ്. ഞങ്ങളൊരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സീറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. നമ്മളീ പോകുന്ന വഴിക്കൊരു അമ്പലം ഉണ്ട് കേട്ടോ. അത് ഒരു വനദുർഗാദേവി ക്ഷേത്രമാണ്. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അവിടെ ഉത്സവം ആവാറുണ്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലം. ഇപ്പോൾ ചുറ്റും മരങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വനത്തിൻ്റെ നടുവിലായിട്ടാണ് കേട്ടോ അമ്പലം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ ഉത്സവമാണ്. അപ്പോൾ അതേ നമ്മൾ മാറാടി എത്തിയിട്ടോ. അപ്പം വണ്ടിയൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല, അമ്പലത്തിൻ്റെ അടുത്തോട്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് നടന്ന് അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയി. അപ്പോഴേക്കും ഇത്രയും ആളുകൾ അവിടെ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് തിരിച്ചിറങ്ങി വന്നു. 2 മണിക്കൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. രാത്രി 8 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ നന്ദഗോവിന്ദത്തിൻ്റെ ആ ഒരു ഭജന കേൾക്കാൻ അത്രയും എന്താ പറയണേ ആകാംക്ഷയോടുകൂടി വന്നിരിക്കുന്ന ആളുകളാണ് കേട്ടോ അത്. ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കണ്ടോ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. അവിടെ മുകളിലായിട്ടൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആളായിട്ടോ. ആ ഒരു സീരിയൽ ബൾബൊക്കെ ഇട്ടേക്കണതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കസേരയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിറച്ച ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നല്ല സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ. പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ ആ കിടക്കുന്നത് ICU ആംബുലൻസ് ആണ് കേട്ടോ. എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം നന്ദഗോവിന്ദത്തിൻ്റെ ആളുകളെത്തി. എല്ലാവരും അങ്ങനെ ആകാംക്ഷയോടെ അവരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അവർ സ്റ്റേജിലേക്ക് കയറി. കറക്റ്റ് 8 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. കമലനയനം യോഗി ജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവമയഹരം നന്ദഗോവിന്ദത്തിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ ഫോണിലൂടെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. പറയാൻ വാക്കുകളിൽ അത്ര മനോഹരമായിരുന്നു. എന്താ പറയണത്, നമുക്ക് ഈ ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ലയിച്ചിരുന്നു. 2 മണിക്കൂർ നമ്മൾ പോകുന്നത് അറിഞ്ഞില്ല കേട്ടോ. ഒരു കൊച്ചു കുട്ടി പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെന്നാണ് ആ പ്രോഗ്രാം കഴിയാതെ.
എടുത്തു പറയേണ്ടത് അവിടെയുള്ളൊരു കമ്മിറ്റി അംഗങ്ങളുടെ ഒരു സഹകരണമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരമ്പലത്തിൽ ഇത്രയും ഒരു സഹകരണം കണ്ടിട്ടില്ല. അതേപോലെ വളരെ എന്താ പറയുക, മനോഹരമായിട്ട് അവർ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഇട്ടിരുന്ന കസേര എല്ലാം ഫില്ലായി. പിന്നെ വന്ന ആളുകളൊക്കെ അവർ വേറെ കസേര എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ഇരിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു. വളരെ നല്ല രീതിയിലായിരുന്നു കേട്ടോ പ്രോഗ്രാം അവിടെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ 2 മണിക്കൂറത്തെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. 10 മണിയായപ്പോഴത്തേക്കും പ്രോഗ്രാം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നന്ദഗോവിന്ദത്തിൻ്റെ പ്രോഗ്രാം നേരിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.